ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയായ ദം ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 3 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പെരിഞ്ജീരകം, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ചതച്ച കൂട്ടാണിത്. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കൂട്ടിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം കളർ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ പച്ചമുളകിലാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഒരു കളറിന് വേണ്ടിയിട്ട് സ്വല്പം മുളക് പൊടി ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയുടെ പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഞാനിവിടെ മുറിച്ചേക്കുന്നത്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകൾ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈര് ചേർക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി കുറച്ചുകൂടി പുളിപ്പായി പോകും. അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈര് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിയിലെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തൈര് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 പിടി ഉള്ളി വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. ഇതൊരു 2-3 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കണമെന്നില്ല. പക്ഷേ ഇത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ വറുത്ത ഉള്ളിയും കൂടെയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലും അതുപോലെ നല്ലൊരു മണമൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനൊന്നും ഉടയാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് റൈസാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളിയിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഹോൾ സ്പൈസസുകൾ ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ചേർക്കുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അതാണ് വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ചോറിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറിന് നല്ല ടേസ്റ്റും ഒരു പ്രത്യേക മണമൊക്കെ ആയിരിക്കും നാരങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം. കൈമ അരി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ബസ്മതി റൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത അരിയാണിത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുക. പിന്നെ ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക.
ഇപ്പോൾ നമ്മുടെ അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം 75% മാത്രമേ വെന്ത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ദം ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഇതേ കണ്ടോ, വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് ഇതിൽ. ഇനി ഞാനൊരു പഴയൊരു ദോശക്കല്ല് ചൂടാക്കാൻ വയ്ക്കുകയാണ്. നന്നായിട്ട് ചൂടായി കിട്ടണം ഇത്. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ നമ്മുടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഗ്രേവിയും 2-3 പീസസുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ റൈസിനെ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന സവാളയും അതുപോലെ കിസ്മിസും മല്ലിയിലയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിന് മുകളിലേക്കായിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറിൻ്റെ ചിക്കൻ്റെ ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നിരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചോറെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കിസ്മിസും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിന ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ ഇനി ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. ഞാനൊരു 2-3 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മാവ് ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ചുറ്റാകെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്കായിട്ട് നല്ലൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എയർ പോവാത്ത രീതിയിൽ നന്നായിട്ടിത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ച കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ദം ഒന്ന് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പൈനാപ്പിളൊക്കെ അരിഞ്ഞ് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്താലും മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.